ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ജെയ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരേ ഒരു എക്സ്ക്ലൂസീവ് ക്യാമ്പസിലാണ്. തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരിക്കും സൈലത്തിന്റെ മാത്രം എന്ന് വരിക്കും. അല്ല, അങ്ങനെയല്ല. അതായത് ഏത് സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും എക്സ്ക്ലൂസീവ് ജെയ് ക്യാമ്പസ് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ്. ജെയ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ക്യാമ്പസ് ആണ് ആക്ച്വലി ഉള്ളത്. നമ്മളിത് നിൽക്കുന്നത് ആക്ച്വലി എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? കറക്റ്റ് നമ്മള് വെസ്റ്റ് ഹില്ലാണ് നിൽക്കുന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ NH മുമ്പിലുള്ള പിന്നെ ക്യാമ്പസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ കോഴിക്കോടുള്ള വെസ്റ്റ് ഹില്ലുള്ള സൈലത്തിന്റെ ജെയ് ക്യാമ്പസിന്റെ ഒരു ക്യാമ്പസ് ടൂറുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമുക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കാണാനുണ്ട്, കുട്ടികളെ കാണാനുണ്ട്. കാരണം പുതിയ കുട്ടികൾ ഒരുപാട് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇരിക്കുന്നുണ്ട്. ടീച്ചേഴ്സിനോട് സംസാരിക്കാനുണ്ട്, കുട്ടികളോട് സംസാരിക്കാനുണ്ട്. അപ്പൊ അവരൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് ജെയ് ഓഫ്ലൈൻ ക്യാമ്പസ് പറയാൻ വേണ്ടി പറ്റുമോ? ഇതിന് ആക്ച്വലി ഇതൊരു ഓഫ്ലൈൻ ക്യാമ്പസ് അല്ല, ഇതൊരു ഹൈബ്രിഡ് ക്യാമ്പസ് ആണ്. തീർച്ചയായിട്ടും ഹൈബ്രിഡ് ക്യാമ്പസ് ആണ്. അപ്പൊ എന്താണെന്ന് ഹൈബ്രിഡ് എന്നൊക്കെ ഇനിയും അറിയാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ വഴിയത് അത് അറിയുക എന്നുള്ള മാത്രമല്ല, അത് അറിയുമ്പോഴും ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ജെയ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും അത് നമുക്ക് തെളിവായിട്ട് റിസൾട്ട് കൂടി കാണും. തീർച്ചയായിട്ടും. അപ്പൊ അടിപൊളി ഒരു സിസ്റ്റം ആണ് ഹൈബ്രിഡ് ക്യാമ്പസ്, ഹൈബ്രിഡ് സിസ്റ്റം. അപ്പൊ നമുക്ക് കോഴിക്കോടുള്ള പിന്നെ കേരളത്തിലെ ഏക എക്സ്ക്ലൂസീവ് ക്യാമ്പസ്, ജെയ് എക്സ്ക്ലൂസീവ് ക്യാമ്പസ് നമുക്ക് കാണാം അല്ലെ? ക്യാമ്പസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. കമോൺ. നമ്മുടെ റിസപ്ഷൻ ആണത്. ഈ ഒരു ഏരിയ നമ്മുടെ മക്കൾ കയറി വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നല്ല അടിപൊളി ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഇവര് നിങ്ങളെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് ഒക്കെ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. ഓക്കെ, രണ്ടുപേരും നല്ല വർക്കിലാണല്ലേ? തീർച്ചയായിട്ടും. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു സ്ക്രീൻ ഇങ്ങനെ കാണാൻ പറ്റും. സ്ക്രീൻ കാണുന്നുണ്ട്. ഇത് എന്തിനാണ് ആക്ച്വലി? ഇത് നമുക്ക് പല യൂസും ഉണ്ട്. അതായത് ഒന്ന് നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് കാണിക്കുക, അതായത് ഈ കുട്ടികളുടെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഡെയിലി ടെസ്റ്റിന്റെയും മറ്റേ റിസൾട്ട് ഒക്കെ കാണിക്കുക. ഇതിപ്പോ എന്താ ഈ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത്? ഇവിടെ കാണിക്കുന്നത് ആക്ച്വലി എങ്ങനെയാണ് ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കുക. അതായത് ഒരു ഹൈബ്രിഡ് സ്റ്റുഡന്റിന്റെ ഒരു ഡേ എങ്ങനെ ആയിരിക്കണം എന്ന് ഇവിടെ നമ്മൾ കാണിക്കുകയാണ്. അപ്പം ഒരു കുട്ടി അഡ്മിഷൻ ഒക്കെ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്തതിന്റെ സമയത്ത് ഇത് ആദ്യമേ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ഐഡിയ കിട്ടും. നമ്മുടെ മിഥില മിസ് ആണ് അതിലെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്താണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കൊടുത്തത് അല്ലേ? സാർ പറയൂ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റം. അതായത് ഒരു ദിവസം ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകൾ കാണുകയും നെക്സ്റ്റ് ഡേ അതേ ടോപ്പിക്ക് അതേ കാര്യങ്ങൾ ഓഫ്ലൈൻ ആയി വന്നിരുന്ന ക്ലാസ് റൂമിൽ കേൾക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ആക്ച്വലി. അതേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്കും അതേ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. അല്ല, അങ്ങനെയല്ല. അതായത് ഓൺലൈനിൽ നമ്മൾ ഒരു ടോപ്പിക്ക് അതിന്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താക്കുന്നത് പിറ്റേന്ന് ഓഫ്ലൈനിൽ. അതായത് 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓൺലൈനിൽ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും. ഓഫ്ലൈൻ ക്യാമ്പസിൽ വരുന്ന ദിവസം പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവുക. തീർച്ചയായിട്ടും കുട്ടിക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കും ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഓൾറെഡി ഈ സാറ് എത്ര വരെ പഠിപ്പിക്കും, എന്തൊക്കെ കണ്ടന്റ് ആണ് പഠിക്കുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഇന്ന് ചെയ്യുക എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾക്ക് എവിടെ എത്തും ഒരു തിങ്ക് നമ്മളൊക്കെ പഠിക്കുന്ന നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഇത് ആൾറെഡി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഐഡിയയുമായിട്ടാണ് കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നത്. ഡൗട്ട് ചോദിക്കാൻ എളുപ്പമാണ്. ഉറപ്പായും. പക്ഷെ വേറെ കാര്യമാണ്, നമ്മളിപ്പോ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണോ ഹൈബ്രിഡ്? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ്? അതിന് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓൾറെഡി ഒരു ഐഡിയ ആയിട്ട് കുട്ടി വരുന്നത്. അപ്പൊ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കേൾക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, പഠിക്കാൻ ഒരുപാട് സമയം കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പം അന്നത്തെ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയൊക്കെ ക്ലാസ് ആയിരിക്കും. ചിലപ്പോൾ 8 to 5 എല്ലാ ദിവസവും ക്ലാസ് ആയിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ പോയി അതിന്റെ ക്ഷീണമായി പിന്നെ കടന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലാസ്. അപ്പൊ അന്ന് പഠിപ്പിച്ചൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ ഡേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു 6 hour ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഈ 6 hour ക്ലാസ് കാണുമ്പോൾ 9 മണിക്കൂർ എടുക്കുന്നു വിചാരിക്കാം, ഒന്ന് നോട്ടൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ബാക്കിയുള്ള സമയം ഉണ്ടാവില്ല. ബാക്കിയുള്ള സമയം കുട്ടിക്ക് മൊത്തം എന്ത് ചെയ്യാം, സെൽഫ് വർക്ക് ചെയ്യും. പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ തന്നെ ആക്ച്വലി അവിടെ എന്ത് നടക്കുന്നുണ്ട്, സെൽഫ് വർക്ക് നടക്കുന്നുണ്ട്. അല്ലാതെയും എന്ത് ചെയ്യാം, സെൽഫ് വർക്ക് കുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒരുപാട് സമയം കുട്ടിക്ക് സെൽഫ് പ്രിപ്പറേഷൻ. ഒരു ടോപ്പിക് തന്നെ നമ്മൾ 2 ദിവസം കൊണ്ടാണല്ലോ പഠിക്കുന്നത്. അതെ, എനിക്കൊന്നും ഇനിയിപ്പോ ഈ വീഡിയോ ആരും കാണേണ്ടി വരില്ല, കാരണം അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ റിസൾട്ട് നമ്മുടെ ജെയ് അഡ്വാൻസിന്റെ ഇപ്രാവശ്യത്തെ 3 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ കിഡിലെ റിസൾട്ട് ആണ് ഇപ്പൊ ഇതിലിങ്ങനെ. അതിലിപ്പോ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ കേരള റാങ്ക് 8 അടക്കം നമുക്ക് സൈലത്തിനുണ്ട്. വെറും 3 വർഷം കൊണ്ടാണ് അല്ലെ റിസൾട്ട്. വലിയൊരു നേട്ടമാണത്.
ഏകദേശം 22ഓളം ആളുകളാണ് ഇപ്രാവശ്യം സൈലത്ത് നിന്ന് IIT-കളിലേക്ക് 23 ആളുകളാണ് ഇപ്രാവശ്യം സൈലത്ത് നിന്ന് IIT-കളിലേക്ക് സാർ. അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും IIT ക്വാളിഫൈ ആൾക്കാരാണ്. ക്വാളിഫൈ ആൾക്കാരല്ല, ഷുവറായിട്ട് IIT നല്ലൊരു IIT സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളവരാണ് നമ്മള് 23 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുമ്പത്തെ വർഷം എത്രയും സാറിന് ഓർമ്മയുണ്ടോ? ഉറപ്പായിട്ടും. അതിന് മുന്നത്തെ വർഷമല്ല, ഞാനൊരു കാര്യം അതിന്റെ മുന്നത്തെ വർഷം പറഞ്ഞു തുടങ്ങാം. അതിന് മുന്നത്തെ വർഷം നമുക്ക് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി നമുക്ക് 3 IITs ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ, അതായത് കഴിഞ്ഞ വർഷം അത് 10 ഇപ്രാവശ്യം നമ്മളത് 23. അതിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാറേ, പിന്നെ ഈ കുട്ടികളൊന്നും ഓൾറെഡി വലിയ അക്കാഡമിക് ട്രാക്ക് റെക്കോർഡായിട്ട് വരുന്നതല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു കുട്ടിയുടെ വീഡിയോ ഇന്റർവ്യൂവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ +2 കൂടെ JEE എഴുതിയ സമയത്ത് 68% മാത്രമേ കുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് ഇനിയിപ്പം റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ പല കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ ആ കുട്ടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കും JEE മെയിനൊക്കെ മാത്രമേ ക്വാളിഫൈ ഉള്ളൂ. പക്ഷെ JEE മെയിനും കഴിഞ്ഞ് ഇപ്പൊ അഡ്വാൻസ്ഡ് ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, IIT-യിലെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എനിക്ക് നമ്മുടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഒരു വലിയ വിജയമാണെന്ന് തോന്നുന്നു എനിക്കത്. തീർച്ചയായിട്ടും നമ്മൾ ഏത് ലെവലിലുള്ള കുട്ടിയെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന സിസ്റ്റം ഉണ്ട് എന്ന് തന്നെയാണ് ഹൈബ്രിഡ്. അതാണ് ഹൈബ്രിഡ് സിസ്റ്റം. അതാണ് ഹൈബ്രിഡ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് കയറാം. നമുക്ക് ടീച്ചേഴ്സിനെ കാണാനുണ്ട്, നമ്മുടെ കുട്ടികളെ കാണാനുണ്ട്. എനിക്കൊന്ന് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും. പുതിയ ക്ലാസ് റൂംസ്, പുതിയ അനുഭവങ്ങൾ, പുതിയ ടീച്ചേഴ്സ്, പുതിയ സിസ്റ്റം. നമ്മളിപ്പോ ക്ലാസ് റൂംസ് ഒക്കെ കണ്ടല്ലോ അല്ലെ? ക്ലാസ് റൂം കുട്ടികളുടെ സന്തോഷമൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് സ്റ്റാഫ് റൂം ആണ്, കുറച്ച് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഫാക്കൽറ്റി ലോഞ്ച് ആണത്. നമുക്ക് ഇതിൽ ആരൊക്കെ ആയിട്ടുള്ളത്, അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, വിശാലമായിട്ടുള്ള ഫാക്കൽറ്റി ലോഞ്ച് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികൾ ഓരോരുത്തരും ഒന്ന് പരിചയപ്പെട്ടെ. തീർച്ചയായിട്ടും. എനിക്ക് കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ക്ലാസ് റൂമിലാണ്. അതുള്ളവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, നമുക്ക് പരമാവധി പറ്റുന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. സാറേ, നമുക്ക് ഇമേഴ്സ് സാർ റൂമിലേക്ക് ഇമേഴ്സ് സാർ നമ്മൾ ജസ്റ്റ് ഇമേഴ്സ് സാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ വെസ്റ്റൽ ക്യാമ്പസിന്റെ എല്ലാമായ അക്കാഡമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള ഇമേഴ്സ് സാർ എന്ന് പറയണമെന്നാണ് എന്റെ ഒരു ഇത്. അതെ, തീർച്ചയായും. ഈ മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ ക്ലാസ് കേട്ട് ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണം തോന്നുന്നു കുട്ടികൾ എന്ത് ചെയ്യും? അല്ല, അത് മാത്രമല്ല, കുട്ടികൾക്ക് വിശക്കുമല്ലോ. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഞാനിതിപ്പോ ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാനൊക്കെ വിചാരിക്കാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് മിനിമാർട്ട് കുട്ടികളെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ നിൽക്കുന്നത് സൈലം വെസ്റ്റൽ ക്യാമ്പസിലെ മിനിമാർട്ടിലാണ്. അപ്പോ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ആയിട്ടോ അതെല്ലാം അവരുടെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട പേപ്പർ, പെൻസിൽ, പെൻ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. ഹോസ്റ്റലിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോ അവർക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ക്യാമ്പസ് വിട്ട് ഒരിക്കലും പുറത്ത് പോകേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. ഇല്ല അല്ലെ? ബ്രേക്കിന്റെ സമയത്ത് എവിടുന്ന് വന്നിട്ട് എന്താക്കാം, വാങ്ങി കഴിക്കാം, പെന്ന് വാങ്ങാം, പെൻസിൽ വാങ്ങാം. ഇനി ഹോസ്റ്റലിലേക്കുള്ള ബെഡ് അടക്കം നമുക്ക് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ബെഡ്, ബക്കറ്റ്, എല്ലാ സംഭവങ്ങളും ഇവിടെ എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ. അറഫെ, സമയം എനിക്ക് തോന്നുന്നു ഉച്ചയായി തുടങ്ങി. വിശപ്പിന്റെ ചെറിയൊരു പ്രശ്നം ഇങ്ങനെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ വന്നിരിക്കുന്നത് കുട്ടികളെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലാണ്. അതെന്തായാലും നന്നായി. കുറെ കുട്ടികളെ കഴിച്ചു പോയെന്ന് തോന്നുന്നു. വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അല്ലെ? ഒരുപാട് ആൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന വലിയ സംവിധാനമാണ് ഇവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെ അതെ അതെ, ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാറ്. പാറഫെ, നമ്മളിപ്പോ നമ്മുടെ കാലിക്കറ്റ് വെസ്റ്റിലുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് JEE ക്യാമ്പസ് കംപ്ലീറ്റ് ആയി നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും. നമ്മുടെ കുട്ടികളെ കണ്ടു, അതെ, അധ്യാപകരെ കണ്ടു, അതോടൊപ്പം തന്നെ മിനിമാർട്ട് കണ്ടു,
പിന്നെ നമ്മൾ അവരുടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയ കണ്ടു, ഇതൊക്കെ നമ്മൾ കണ്ടു. എനിക്കൊന്ന് വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസ് ആണ്. കയറി വരുന്ന ഏതൊരു കുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടാവുന്ന വലിയ ക്യാമ്പസ് ആണ്. ഏറ്റവും പുതിയ ടെക്നോളജികളുള്ള അഡ്വാൻസ് ടെക്നോളജിയുള്ള ക്ലാസ് റൂമുകളാണ്. ഹൈലി ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് ആണ്. അതെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിപ്പോ നമ്മുടെ റോഡ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഡോറ് വന്നു കഴിഞ്ഞാൽ വേറൊരു ലോകത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്, പ്രത്യേകിച്ച് അല്ലെ. പിന്നെ അത്രയും വിശാലതയുണ്ട്, നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് തീർച്ചയായിട്ടും അല്ലെ. കാരണം ഫുൾ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ ആ ചൂടിന്റെ പ്രശ്നങ്ങളൊന്നും എന്താവുന്നില്ല, ഇവിടെ വരുന്നില്ല. വളരെ റിലാക്സ്ഡ് ആയി കൂളായിരുന്നു പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുള്ള സൈലം വെസ്റ്റ് ഹിൽ ക്യാമ്പസ് നിങ്ങൾക്കായിട്ട് റെഡിയാണ്. അതെ, തീർച്ചയായും നമ്മളിപ്പോ കാണിച്ചു തന്നിരിക്കുന്നത് ഇതിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളാണ്, ടീച്ചേഴ്സിനെ കാണിച്ചു തന്നു. പക്ഷെ ഇതിന്റെ പുറകെ നമുക്ക് മറ്റു കാര്യങ്ങൾ DPPs ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടിയ ഒരു പിന്നെ അടിപൊളി സിസ്റ്റം ആണ് ഹൈബ്രിഡ് സിസ്റ്റം. അതെ, ഓക്കെ. അപ്പം നിങ്ങളെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ക്യാമ്പസ് റെഡിയാണ്. ഭാവിയിലെ IITന്മാരും NITന്മാരും ആകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാവരെയും ഞങ്ങൾ സൈലം വെസ്റ്റ് ഹിൽ ക്യാമ്പസിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂസീവ് ക്യാമ്പസ് ആണ്. മക്കള് മടിച്ചിരിക്കരുത്, കാരണം നമ്മൾ ഇപ്പോൾ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതെ അതെ, ആ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മൾ JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസിന് വേണ്ടി, അതായത് 2026 ജനുവരി നടക്കാൻ പോകുന്ന ഫസ്റ്റ് ഫേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ അതുകൂടി മനസ്സിലുണ്ടാവണം, ലേറ്റ് ആകാൻ പാടില്ല. അതെ അതെ സാർ, തീർച്ചയായിട്ടും ഇവര് പിന്നെ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഇയർ ആണ് ഇതിനോട് റിസ്ക് എടുക്കുന്നത്. നമുക്ക് അഡ്വാൻറ്റേജ് 35-40 ഇയേഴ്സ് ആണ് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. നമ്മളിപ്പം സാധാരണ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ലെവലിനേക്കാൾ എത്രയോ ഡിഫറെന്റ് ആണ് നമ്മൾ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക്. തീർച്ചയായിട്ടും യെസ്, ഓക്കെ. ഒരു വർഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. ഞങ്ങൾ എല്ലാവരും റെഡിയാണ് നിങ്ങളെ വെൽക്കം ചെയ്യാൻ. നമുക്ക് കാണാം, നമ്മുടെ തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടെ കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാണാം. ഓൾ ദി ബെസ്റ്റ്.